ഇപ്പോൾ സംവിധായകൻ ആഷിഖ് അബു ചേരുകയാണ് തത്സമയം ഏഷ്യാനെറ്റ് ന്യൂസിൽ. ആഷിഖ്, ഞാൻ ഈ ഒരു വാർത്താക്കുറിപ്പിനെ ഒരു ആഷിഖ് അബു ഇമ്പാക്ട് ആയിട്ടാണ് കാണുന്നത്. ഇന്നലെ ആഷിഖ് അതിരൂക്ഷമായിട്ടാണ് ഫെഫ്കയുടെ മൗനത്തെ വിമർശിച്ചത്. തൊഴിലാളി സംഘടന എന്ന് അവകാശപ്പെടുമ്പോഴും തൊഴിലാളികൾ നേരിട്ടൊരു വിഷയത്തിൽ 10 ദിവസം ഫെഫ്ക സംഘടന 21 സിനിമാ കൂട്ടായ്മകളുടെ അംബ്രല്ല ഓർഗനൈസേഷൻ പുലർത്തിയ മൗനം കുറ്റകരമായിരുന്നു. ഒടുവിൽ അവർ ഈ കുറിപ്പിറക്കുമ്പോഴും ആ കുറിപ്പിലും നിരവധി കുത്തുണ്ട്, താങ്കൾക്കെതിരെയും ഒരു കുത്തുണ്ട്. അതിങ്ങനെയാണ് ആ കുറിപ്പിൽ പറയുന്നത്: ധീരമായ സത്യസന്ധതയുടെയും ആർജവത്തിന്റെയും വ്യാജ പ്രതീതി സൃഷ്ടിക്കുന്ന അകം പൊള്ളയായ വാചോടാപമല്ല വേണ്ടത്. കാലം ആവശ്യപ്പെടുന്ന തിരുത്തലുകളിലേക്ക് നയിക്കുന്ന നയപരിപാടികളിലേക്ക് എത്തിച്ചേരുക എന്നതാണ് പ്രധാനം. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് താങ്കളുടെ പ്രതികരണം? അത് ഉണ്ണികൃഷ്ണന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരിക്കും. അത് ആ സംഘടനയുടെ അഭിപ്രായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സംഘടന എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സംഘടന. ഇതാണ് ഇവിടുത്തെ നടപ്പ് രീതി. അത് നമ്മളെല്ലാവരും കാണുന്നതാണ്. ഇദ്ദേഹത്തോട് എനിക്ക് വലിയ രീതിയിൽ യോജിപ്പുണ്ട് ഈ കാര്യത്തിൽ. ഒരു തൊഴിലാളി സംഘടനയെ ഇങ്ങനെ ഫ്യൂഡൽ തൊഴുത്തിൽ കെട്ടി കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതിനെ പൊതുമധ്യത്തിൽ വന്ന് അഡ്രസ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഉണ്ണികൃഷ്ണൻ ഇത് തയ്യാറായിട്ടില്ല. എന്നിട്ട് ഒളിച്ചിരുന്ന് എന്താ പറയുന്നത്, ഇതുപോലെ ഒരു തൊഴിലാളി സംഘടനയുടെ മറവിലിരുന്ന് ഇതുപോലുള്ള ഒരുപാട് പ്രതിലോമകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളായിട്ടാണ് ഈ പ്രവൃത്തി കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് കേരള സമൂഹത്തെ അഭിമുഖീകരിക്കാനുള്ള, ഇവിടുത്തെ മാധ്യമങ്ങളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം, നട്ടെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ തൊഴിലാളി സംഘടനയുടെ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്ന ഇദ്ദേഹം പൊതുമധ്യത്തിൽ വന്ന് സംസാരിക്കട്ടെ. ഇത് 10 ദിവസമായല്ലോ. 10 ദിവസം പല ആളുകളും, ഇപ്പൊ ഞാനും ഒക്കെ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത് ഇവര് നിശബ്ദമായിരിക്കുന്നോണ്ടാണ്. ഇത് നിശബ്ദമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. എന്തുകൊണ്ടാണ് ഈ നിശബ്ദത? ഇത് പല രീതിയിലും ഈ ഇദ്ദേഹത്തിന്റെ ഈ ഇടതുപക്ഷ എന്താ പറയുന്ന ഒരു ഇടതുപക്ഷക്കാരനാണെന്നുള്ള വ്യാജമായിട്ടുള്ള ഒരു പരിവേഷം എടുത്തണിയുകയും ഇവിടുത്തെ എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങളെയും സർക്കാരിനെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ ഫലവത്തായിട്ട് പറ്റിയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലായിട്ട് സംവിധായകൻ വിനയനെതിരെ വലിയ രീതിയിലുള്ള ലോബിയിങ് നടത്തി അദ്ദേഹത്തിന്റെ തൊഴിൽ നിഷേധിച്ചു. ഇത് ഞാനും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടന്നിട്ടുള്ളതാണ്. ഈ കാര്യങ്ങൾ ഈ സംവിധായകൻ വിനയനെയും അതുപോലുള്ള പല ആളുകളെയും അഭിപ്രായ പ്രകടനം നടത്തി എന്നതിൽ ആ സംഘടന പിളർത്തുകയും ഇവിടുത്തെ താരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തൊഴിലാളി സംഘടനകളെ ഈ പറയുന്ന ഫ്യൂഡൽ തൊഴിൽ കൊണ്ട് കെട്ടുകയുമാണ് ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടുള്ളത്. ഈ കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഈ സംവിധായകൻ വിനയൻ ആവശ്യപ്പെടുന്ന കാര്യത്തോട് ഞാനും യോജിക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണനെ പോലുള്ള ഒരാളെ ഇനി മലയാള സിനിമയുടെ നയരൂപീകരണ സമിതിയിൽ ഇരുത്താൻ സർക്കാർ തയ്യാറാവരുത്. അത് തീരെ ശരിയല്ല. തൊഴിലാളി സംഘടനയിൽ വേറെ ആളുകളൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തെ കോമ്പറ്റീഷൻ കമ്മീഷൻ സുപ്രീം കോടതി ശരിവെച്ചിട്ടെന്ന് സംവിധായകൻ വിനയം പറയുകയും ചെയ്തു. ഇത് ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവ് മറ്റൊരു ആളെ തൊഴിൽ നിഷേധിക്കുന്ന തരത്തിൽ ഇടപെട്ടുവെങ്കിൽ അതും ഈ സംഘടനകളുടെയൊക്കെ ബലത്തിൽ, അല്ലാതെ ബി ഉണ്ണികൃഷ്ണനോട് പ്രത്യേകിച്ച് ബലമൊന്നുമില്ലല്ലോ. ഈ സംഘടനകളുടെ 21 സംഘടനകളുടെയൊക്കെ ഒരു ഭൂരിപക്ഷ പിന്തുണ നിലവിൽ ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണനുണ്ടോ? അറിയില്ലല്ലോ. ഇതറിയില്ലല്ലോ. ഇത് ആർക്കാണ് ഇത് അറിയാവുന്നത്? മാധ്യമങ്ങൾക്ക് അറിയാം ഇതിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത്. ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് അവിടെ ആളുകൾക്കൊന്നും പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എഴുത്തുകാരുടെ സംഘടനയായിട്ടുള്ള ഫെഫ്കയുടെ അസോസിയേഷന്റെ ഭാരവാഹിയാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ബാലേന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലേ? ഈ ആഷിഖ് അബു, അതിലൊരു വരി, കാലം ആവശ്യപ്പെടുന്ന തിരുത്തലുകളിലേക്ക് നയിക്കുന്ന നയപരിപാടിയിൽ എത്തിച്ചേരുക എന്നതാണ് പ്രധാനം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ആ തിരുത്ത്? അത് പറയുന്നില്ലല്ലോ. ആ തിരുത്ത് എന്താണെന്നുള്ളത്. ഇതിപ്പോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജനറൽ സെക്രട്ടറി സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ യൂണിയനുകളെയും ഖേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ എങ്ങനെ കാണണം, നിങ്ങൾ എങ്ങനെ ഇത് കണക്കിലാക്കണം, ഇതിൽ ഇങ്ങനെയാണെന്നുള്ള ട്യൂഷൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നിർഭയരായ മനുഷ്യർക്ക് പ്രതികരിക്കാൻ വലിയ തടസ്സമൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഇവരെന്തുകൊണ്ടായിരിക്കും പ്രതികരിക്കാതിരിക്കുന്നത്? അല്ല, അത് ഈ അടുത്ത ദിവസങ്ങളിൽ അവരോട് തന്നെ ജനങ്ങൾ ചോദിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്
സിനിമ എന്ന് പറയുന്നത് ഒരു ജനകീയ കലയാണ്. അത് സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്. എല്ലാ തരത്തിലുള്ള കലാകാരന്മാർക്കും സമൂഹത്തിന്റെ വാലിഡേഷൻ, സമൂഹത്തിന്റെ പണം, എല്ലാ തരത്തിലുള്ള സ്നേഹവും ലഭിക്കുന്ന വലിയ പ്രിവിലേജ് ആ രൂപത്തിൽ ഈ സിനിമ എന്ന പേരിൽ ലഭിക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും. ഇത് തൊഴിലാളി സംഘടനകളെ ഈ തൊഴുത്തിൽ കെട്ടുന്ന പരിപാടി അവസാനിക്കണം.